ഹായ് ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നേക്കണം നമ്മുടെ ഇന്ത്യൻ തെഫ്റ്റ് ഓട്ടോയുടെ അടുത്തൊരു എപ്പിസോഡായിട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു പുതിയൊരു നമ്മുടെ പുതിയ ഫോർച്യൂണർ മേടിച്ചായിരുന്നു. അപ്പോൾ നമ്മുടെ ഇവിടെ അച്ഛൻ ഇവിടെ ഉണ്ട്. എൻ്റെ ഫോർച്യൂണർ കാണാനില്ല. അതെന്താ, എവിടെ പോയി എൻ്റെ ഫോർച്യൂണർ? ഞാൻ എൻ്റെ അപ്പഴെടുത്ത് ചെന്ന് നോക്കട്ടെ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ വീഡിയോ കാണാത്തൊരു വീഡിയോ പോയി കണ്ടോ. അച്ഛ എൻ്റെ വീഡിയോ കാണില്ല. അച്ഛ എൻ്റെ ഇത് കാണുന്നില്ല, എൻ്റെ ഫോർച്യൂണർ. മോനെ, എനിക്കറിയാം മോനെ, ഞാനിവിടെ പുറത്ത് വന്നപ്പോൾ നമ്മുടെ ഫോർച്യൂണർ കാണില്ല. അതെന്ത് പറ്റി? ഇവിടെ ഫോർച്യൂണർ കാണാത്ത അതെന്ത് പറ്റി? ഞാൻ എൻ്റെ ഡോഗിയുടെ അടുത്ത് ചോദിച്ചു നോക്കട്ടെ. എൻ്റെ പട്ടി ഉണ്ടല്ലോ, ആ പട്ടി എല്ലാം ഉത്തരം ഞങ്ങൾ പറയും. എടാ ജാക്കേ, ആ കാറെങ്ങാനും പോലീസുകാർ കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. പോലീസുകാർ? അതെന്തിന്? അത് നീ ആ കാറെടുത്ത് അടിച്ചു മാറ്റിയതാന്ന്. കാറെടുത്ത് അടിച്ചു മാറ്റാനാ? പോരാ ഇങ്ങോട്ട്. കാറടിച്ചു മാറ്റാൻ എനിക്ക് വേറെ പണിയില്ലേ. അങ്ങനെയാണ് സാറുമാര് പറഞ്ഞത്. എന്നിട്ട് ആ സാറുമാര് എടുത്തോണ്ട് പോയി. ഓക്കെ എനിക്ക് മനസ്സിലായി. ഇപ്പം എൻ്റെ താറ് തന്നെ എടുക്കണമെന്നൊരു ഡൗട്ട്. അപ്പം താറ് തന്നെ എടുക്കുക, അതാ നല്ലത്. അല്ലെങ്കിൽ ബൈക്ക് എടുക്കുക. ബൈക്കാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുണ്ട്. പിന്നെ ജാക്കേ, പോലീസുകാർ പറഞ്ഞു ഇനി ഇങ്ങോട്ട് വന്ന് അടിച്ചു പൊട്ടിക്കൂന്ന്. പിന്നെ അടിച്ചു പൊട്ടിക്കാത്തൊക്കെയല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത് തന്നെ. ഇന്ന് അമ്മക്ക് ഞാൻ അടിച്ചു പൊട്ടിക്കും. ആവശ്യമില്ല, നമ്മുടെ കാരോട് പറഞ്ഞു. അങ്ങനെ ആ പോലീസുകാരെ എടുത്തിട്ട് പോയി. അങ്ങനെ കൈസ് ഞങ്ങൾ പോലീസുകാരെ എടുത്ത് എത്തിയിട്ടുണ്ട്. പഴി മാറിപ്പോയി. യെസ് ഗൈസ്, ഞങ്ങളങ്ങനെ എത്തിയിട്ടുണ്ട് ഇവിടേക്ക്. ഇനി നമുക്കൊന്ന് ആ പോലീസുകാർ. ഇല്ല പോലീസുകാരെ, എൻ്റെ കാർ അവിടെ എടുത്തൊന്നും ഞാൻ കണ്ടായിരുന്നല്ലോ. എൻ്റെ കാർ എന്തിനാ അവിടേക്ക് വെച്ച്? എൻ്റെ വൈറ്റ് കളർ. എടാ ജോക്കേ, എന്തിനാ എടുത്തു വെച്ചെന്ന് പറയട്ടെ. എനിക്കെന്താ നിന്റെ പ്രതികാരം തീർക്കാനാണോ? നിങ്ങളുടെ ഫോഴ്സിൻ്റെ കാർക്ക് വെച്ച് ഇങ്ങനെയൊന്നും വലുതാവട്ടോ സാറന്മാരെ. അത് അവന്മാർ ചുമ്മെന്ന് വെറുതെ ചെന്ന് അടി ഉണ്ടാക്കാം. അതൊക്കെ ഞാൻ പറഞ്ഞോളാം. നിനക്ക് ഈ കാർ കിട്ടണമെങ്കിൽ നീ പോയി എൻ്റെ ഒരു കാർ എടുത്തിട്ട് ആ കാർക്ക് നീ മോഡിഫിക്കേഷൻ ചെയ്താലേ നിനക്ക് ആ കാർ കിട്ടും. ഓക്കെ സാർ, ഇപ്പം അങ്ങനെ പറഞ്ഞിട്ടേ ഉള്ളൂല്ലോ ബാക്കി കാര്യം. അപ്പോൾ ഗായ്സ്, നമുക്ക് പുറത്തേക്ക് പോയിട്ട് ആ കാറിന് മോഡിഫൈ ചെയ്യാം. ഈ കാറാണ് അവന്മാർ മോഡിഫൈ ചെയ്യാൻ പറഞ്ഞത്. നമുക്ക് മോഡിഫൈ ചെയ്തിട്ട് പിന്നെ കാണാം ഗായ്സ്. അങ്ങനെ എടുത്ത് ഈ കാർ നമ്മൾ എടുത്തട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ ഇതെന്തോ അപ്പം നമുക്ക് ഈ കാറ് പോയി എടുക്കാം. കാർ എടുത്തിട്ടുണ്ട്. ഇനി അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം ഗായ്സ്. അങ്ങനെ നമ്മുടെ ബെന്നിയുടെ കടയിൽ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യട്ടോ. നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം, ചെറിയൊരു അപ്ഗ്രേഡ് അത്രയേ ഉള്ളൂ. നമുക്ക് ബോഡി കളർ ഒരു റെഡ് കൊടുക്കാം, അല്ലെങ്കിൽ ബ്ലാക്ക് കൊടുക്കാം. ബ്ലാക്ക് അങ്ങനെ ഫുള്ള് ഗ്ലാസ് കളർ അതും ഒരു ബ്രൗൺ കൊടുക്കാം. അങ്ങനെ ശരി. ഹോണ് ഞാൻ ഇത് കൊടുക്കാം, ഹോണ് കേട്ടോ. വീലിൻ്റെ ഇത് കൊടുക്കാം, പിങ്ക് കളർ റെഡ് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇത് അപ്ഗ്രേഡ് ചെയ്തിട്ട് കാണാം ഗായ്സ്. നമ്മളിവിടെ അപ്ഗ്രേഡ് ചെയ്ത് സുന്ദര കുട്ടപ്പനാക്കിയിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി കൂടെ ടയർ വലിയതാക്കിയിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും. അപ്പോൾ നമുക്ക് ആ പോലീസ്, അപ്പോൾ നമുക്ക് അത് ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കിത് പോലീസുകാരുടെ കയ്യിലേക്ക് കൊടുക്കാം. നമ്മുടെ ഇത് എനിക്ക് അത്ര അറിയില്ല കേട്ടോ ഗായ്സ്. അങ്ങനെ നമ്മൾ അങ്ങനെ പോലീസുകാരുടെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. കണ്ടത് തന്നെ വലിയൊരു ജോണിയായിട്ടാണ് നമുക്ക് ഓടിയത്. ഇനി ആ പോലീസുകാരെ എടുത്തത് ചെല്ലട്ടോ. നമ്മുടെ ബൈക്കോടെ എടുക്കണ്ട കേട്ടോ. അല്ലെങ്കിൽ ഇപ്പം ആ ബൈക്ക് സാറേ, നമ്മൾ അവിടെ കാറോടെ മോഡിഫൈ ചെയ്തിട്ട് വന്നിട്ടുള്ളൂ. അതെ ജാക്കേ, അതെ കിട്ടാൻ പോണില്ല കാറ്. എന്നാ കിട്ടില്ലാന്ന്
കിട്ടില്ലാന്ന് ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് വലിയ അബദ്ധമായിപ്പോയി. എന്തോന്നോ അബദ്ധം? നോക്കിയത് തന്നെ അബദ്ധം. അബദ്ധം നോക്കിക്കോ. എന്താ അബദ്ധം പറ്റിയില്ലാന്നല്ലേ? ഇപ്പൊ കാണിച്ചു തരാം. നമ്മുടെ കയ്യിലിരിക്കണ ഈ റോക്കറ്റ് ലോഞ്ചർ ഒന്ന് കാണിച്ചു തരാം. സാറുമാരെ ഒന്ന് വീട്ടി അങ്ങോട്ട് ഇത് പിടിച്ചോ. അവന്മാര് പറയണമാതിരി അങ്ങനെയൊന്നുമല്ല നമ്മള്. അല്ല സാറുമാരെ നമ്മളെ സീന വെറുതെ ഉണ്ടാക്കാൻ നിക്കണ്ട. ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം. ഗായ്സ് ഒരു പ്രശ്നം പറ്റി ഗായ്സ്. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ എൻ്റെ കാറും പൊട്ടിത്തെറിച്ച്. പോലീസുകാരും ഫുള്ളും പോയപ്പോൾ എൻ്റെ കാറും പൊട്ടിത്തെറിച്ച്. അത് ഇത് ചതിയ ഗായ്സ്, അത് ഇത് ചതി. എന്നിട്ട് ഇവിടെ കുറേ കാലത്ത് ചടക്കിയിട്ടുണ്ട്. മിക്കവാറും ഞാൻ പുതിയൊരു കാറും ഞാൻ മേടിക്കും. നിങ്ങൾക്ക് ഞാൻ റീൽസ് കൊടുത്തിട്ടുണ്ട് ഗായ്സ്, കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ സ്ഥലം ഒന്ന് മാർക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ സ്ഥലം പോയി ഞാൻ പുതിയൊരു കാർ മേടിക്കും. അപ്പോൾ അടുത്ത് മറ്റേ ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ പറയാം. ഗായ്സ് ഞാനിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. വഴിക്കൊന്ന് പോയ പോക്ക് നോക്കിക്കേ. അതവിടെ കിടന്നോട്ടെ. നമുക്ക് ആ വഴിക്കൊന്നും ആവശ്യമില്ല. അത്രേ എനിക്കിവിടെ പോയിട്ട് ഒരു പുതിയ കാർ ഞാൻ മേടിക്കും. ഈ ഫോർച്യൂണർ തന്നെ ഞാൻ മേടിക്കും. അപ്ഗ്രേഡ് ഞാൻ അടുത്ത വീഡിയോയിൽ കേട്ടോ ചെയ്യണം. നമുക്ക് ഫോർച്യൂണർ മേടിക്കട്ടെ ഗായ്സ്. അങ്ങനെ നമ്മുടെ കാറ് ദൂരം കേട്ടോ. നമ്മൾ പുതിയൊരു കാർ മേടിച്ചു. ആ കാറിനെ പൊട്ടിത്തെറിച്ചു. സോറി. അപ്പോൾ ഇനി ഇത്ര വീഡിയോ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ. പിന്നെ ഈ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്തോ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ.